എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ചെയ്യുന്നത്. ചൈന ഗ്രാസ്, ജെലാറ്റിൻ, അഗാർ അഗാർ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പുഡിംഗ് ആണിത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരം 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ആണ് ചേർക്കുന്നത്. കസ്റ്റാർഡ് പൗഡറിന് പകരം 1/4 കപ്പ് കോൺഫ്ലോർ എടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാണ് ഇത് എടുത്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കണം എന്ന് ഒട്ടും നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ ഇളക്കണം, അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ആദ്യം കുക്ക് ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കളർ കുറവായ കാരണമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതേ രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്ക് നേരെ ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇത് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ 2 ബൗളിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമുള്ള മോഡിലൊക്കെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ 2 ബൗളിലും നന്നായിട്ട് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബൗളിലേക്കും പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ കൂട്ട് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ പുഡിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും മോൾഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇത് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുഡിങ്ങും ഇതേ രീതിയിൽ തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഗാർണിഷിംഗ് ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയും അതുപോലെ തന്നെ മിന്റ് ലീവ്സും വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ജിഗ്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിംഗ് ആണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റ് ആണിതെന്ന്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്